ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ 4ാമത്തെ പാഠം അപ്പൂപ്പൻ താടി എന്നുള്ള പാഠത്തിലെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ കാണുക. ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ യൂണിറ്റ് അപ്പൂപ്പൻ താടിയിലെ ഫസ്റ്റത്തെ വാതിൽ എന്ന ഭാഗത്തുള്ള പയ്യെ പയ്യെ എന്നുള്ള കവിത. ഫസ്റ്റ് പാഠം വേഴാമ്പലാണ്. വേഴാമ്പലിലെ വേനൽ, മഴയോട് മഴ എന്ന 2 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ പാഠം ഭൂമിക്ക് ചന്തമേകുന്നവർ, 3ാമത്തെ പാഠം കാഴ്ചകൾ കാണാൻ പോകുന്നവരെ. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് നമുക്ക് 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിൽ വാതിൽ എന്ന ഭാഗത്തെ പയ്യെ പയ്യെ എന്നുള്ള കവിത നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഫസ്റ്റ് പാഠം വേഴാമ്പൽ എന്ന ഫസ്റ്റത്തെ പാഠത്തിലെ വേനൽ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമ്മുടെ വേഴാമ്പൽ പാഠം 1 വേഴാമ്പൽ. മഴയില്ല കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും? കവി സുഗതകുമാരിയുടെ വേനൽ എന്ന രചനയിൽ നിന്ന് എടുത്ത ഭാഗം വായിക്കൂ. അപ്പൊ നോക്കൂ, മഴയില്ലാത്ത കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടി വരുന്നത് അല്ലേ? നമുക്ക് ഇനി എന്ത് ചെയ്യാം? കവി സുഗതകുമാരിയുടെ വേനൽ എന്ന രചനയിൽ നിന്ന് എടുത്ത ഭാഗമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ആദ്യം വായിച്ചു നോക്കാം. മാനത്തു നോക്കി തപസ്സിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞാനും മേലോട്ട് നോക്കിയിരിക്കുന്നു. നട്ടുച്ച, ആകാശത്തിനു പഴുത്ത ലോഹത്തകിടിന്റെ നിറം, പൊടിമൂടി കെട്ടിയ വായുമണ്ഡലം, കാറ്റുപോലും എങ്ങോ പേടിച്ചൊതുങ്ങിയിരിക്കുന്നു. ഒരു കിളിയൊച്ച പോലും കേൾക്കാനില്ല. ചൂട് ചൂട് ചൂട്. പിളർന്ന കൊക്കുകളുമായി കാക്കകൾ മുറ്റത്തെ ഒരിത്തിരി തണലിൽ വന്നിരുന്നു പരാതി പുലമ്പുന്നു. അനാഥയായ പ്രാന്തിയെ പോലെ ഭൂമി വരണ്ട മാറുമായി വെയിലത്തു മലർന്നു കിടന്നു മയങ്ങുന്നു. നദികൾക്കൊക്കെ ക്ഷയരോഗം, കിണറുകൾക്കൊക്കെ കണ്ണീരുറവ പോലും വറ്റിത്തുടങ്ങിയിരിക്കുന്നു. തെങ്ങുകൾ പേടിച്ചു കൂപ്പുകൈകൾ ഉയർത്തി യാചിച്ചു നിൽക്കുന്നു. കൃഷിവിളകൾ വരണ്ട് ചാഞ്ഞു ചാവാൻ കിടക്കുന്നു. തീ പിടിച്ച കാട്ടിൽ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുന്ന പറവകൾ ചിറകു കുഴഞ്ഞു വീഴുന്നു. ആനക്കൂട്ടം വെള്ളം തേടിയുഴന്ന് കാടിന്റെ അതിർത്തിയിലെത്തി നിന്നു കറങ്ങുന്നു. കാട്ടിൽ വെള്ളമില്ല, തീയുണ്ട്. നാട്ടിൽ മനുഷ്യരുണ്ട്. ആനയ്ക്ക് ഏറെ വെള്ളം വേണം. മുടിഞ്ഞ കാട്ടിലെ മുടിഞ്ഞ വെള്ളക്കുഴിയിൽ തുമ്പിക്കൈ കൊണ്ട് കുഴിച്ചു ചോര പൊടിഞ്ഞിട്ടും വെള്ളമില്ലാഞ്ഞ് കൊമ്പൻ ഉറക്കെ ഗർജിക്കുന്നു. എന്റെ കാട്ടിലെ വെള്ളം എവിടെ? ഇതാരാണ് എഴുതിയിരിക്കുന്നത്? സുഗതകുമാരിയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതായത് ഒരു വേനൽക്കാലത്ത് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു വേനൽ വന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? മാനത്ത് നോക്കി തപസ്സിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഞാനും മേലോട്ട് നോക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മഴയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? ഒരിത്തിരി വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. സമയം ഏത് സമയമാണ്? നട്ടുച്ചയാണ് അല്ലെ? ഉച്ച സമയമാണ്. ആകാശത്ത് നിന്നും പഴുത്ത ലോഹത്തകിടിന്റെ നിറം എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ഉച്ച സമയത്തെ ആ ഒരു പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു നിറമാണ് പറയുന്നത് അല്ലെ? ആ സൂര്യന്റെ വെളിച്ചത്തെയാണ് ഇവിടെ പറയുന്നത് ലോഹത്തകിടിന്റെ നിറം എന്ന് പറയുന്നത്. പൊടി മൂടിക്കെട്ടിയ വായുമണ്ഡലം എന്ന് വെച്ചാൽ എന്താണ്? ഒരിത്തിരി വെള്ളം പോലും ഇല്ലാതെ എല്ലായിടത്തും എങ്ങനെയാണ്? പൊടി പാറി നിൽക്കുകയാണ് അല്ലെ? പൊടി പാറുന്നു. കാറ്റ് പോലും എങ്ങോ പേടിച്ചൊതുങ്ങിയിരിക്കുന്നു. കാറ്റ് പോലും ഇല്ല. ഒരു കിളിയൊച്ച പോലും കേൾക്കാനില്ല. എല്ലായിടത്തും എന്ത് മാത്രമേ ഉള്ളൂ? ചൂടാണ് അല്ലെ? എല്ലായിടത്തും ചൂട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭൂമി എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്? അനാഥയായ പ്രാന്തിയെ പോലെ ഭൂമി വരണ്ട മാറുമായി വെയിലത്തു മലർന്നു കിടന്നു മയങ്ങുന്നു എന്ന് പറയുകയാണ് അല്ലെ? ഭൂമി. അതുപോലെ നദികളൊക്കെ എങ്ങനെയാണ്? നദികൾക്കൊക്കെ ക്ഷയരോഗം എന്ന് വെച്ചാൽ വേനൽ സമയത്ത് എങ്ങനെയാണ് നദികളൊക്കെ, റിവേഴ്സ്, പുഴകളൊക്കെ എങ്ങനെയായിരിക്കും? വറ്റി വരണ്ടു പോകും അല്ലേ? അതിനെയാണ് ഇവിടെ ക്ഷയരോഗം എന്ന് പറയുന്നത്. കിണറുകൾക്കൊക്കെ കണ്ണീരുറവ പോലും വറ്റി തുടങ്ങിയിരിക്കുന്നു വെച്ചാൽ കിണറെല്ലാം വറ്റി വരണ്ടു. തെങ്ങുകൾ പേടിച്ചു കൂപ്പുകൈകൾ ഉയർത്തി യാചിച്ചു നിൽക്കുന്നു. കൃഷിവിളകൾ വരണ്ട് ചാഞ്ഞു ചാവാൻ കിടക്കുന്നു വെച്ചാൽ എല്ലാം തന്നെ എന്താണ്? ഉണങ്ങി കരിയാൻ തുടങ്ങിയിരിക്കുകയാണ്. തീ പിടിച്ച് കാട്ടിൽ നിന്നും പറന്നുയരാൻ ശ്രമിക്കുന്ന പറവകൾ ചിറകു കുഴഞ്ഞു വീഴുന്നു. അപ്പൊ വേനൽക്കാലത്ത് ഉണ്ടാവുന്നതാണ് അല്ലെ? കാട്ടുതീയൊക്കെ ഉണ്ടാവും, ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുപോലെ തീ പിടിച്ച കാട്ടിൽ നിന്ന് പക്ഷികളെല്ലാം എന്ത് ചെയ്യണം? പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിന് സാധിക്കാതെ, വെള്ളമൊന്നും കിട്ടാതെ തളർന്നിരിക്കുകയാണ്. അപ്പൊ ആ പറവകളെല്ലാം എങ്ങനെയാണ്? ചിറക് കുഴഞ്ഞു വീഴുകയാണ്. അവർക്കൊന്നും രക്ഷപ്പെടാൻ പോലും സാധിക്കുന്നില്ല. ആനകൾക്ക് എങ്ങനെയാണ്? ഒരു ദിവസം തന്നെ ഒരുപാടധികം വെള്ളം ആവശ്യമാണ് അല്ലെ കുടിക്കാൻ. അപ്പൊ ആനക്കൂട്ടം വെള്ളം തേടി ഉഴന്ന് കാടിന്റെ അതിർത്തിയിലെത്തി നിന്ന് കറങ്ങുന്നു എന്ന് വെച്ചാൽ വെള്ളം തേടി ഇറങ്ങുകയാണ്. നാട്ടിൽ
നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. നാട്ടിലേക്ക് ഇറങ്ങി വെള്ളം തേടി നടക്കുകയാണ്. കാട്ടിൽ വെള്ളമില്ല, തീയുണ്ട്. വെള്ളമില്ല, അതിനൊപ്പം എന്തുണ്ട്? കാട്ടുതീയും ഉണ്ട് അല്ലെ. നാട്ടിലാണെങ്കിലോ നാട്ടിൽ മനുഷ്യരുണ്ട്. അപ്പൊ ആനയ്ക്ക് ഏറെ എന്ത് വേണം? വെള്ളം വേണം അല്ലെ. വെള്ളം വേണം. അപ്പൊ മുടിഞ്ഞ കാട്ടിലെ മുടിഞ്ഞ വെള്ളക്കുഴിയിൽ തുമ്പിക്കൈ കൊണ്ട് കുഴിച്ച് ചോര പൊടിഞ്ഞിട്ടും വെള്ളമില്ലാഞ്ഞ് കൊമ്പൻ ഉറക്കെ ഗർജിച്ചു. എന്റെ കാട്ടിലെ വെള്ളം എവിടെ എന്ന് ആരാ ചോദിക്കണത്? ആന ചോദിക്കുകയാണ് അല്ലെ. ആന മാത്രമാണോ അവിടെ ബുദ്ധിമുട്ടുന്നതല്ല, എല്ലാ ജീവജാലങ്ങളും ബുദ്ധിമുട്ടാണ്. കാട്ടിൽ ഒരിത്തിരി വെള്ളമില്ലാതെ എന്ത് ചെയ്യണം? മൃഗങ്ങളും പക്ഷികളൊക്കെ നാട്ടിലോട്ട് ഇറങ്ങണം. നാട്ടിൽ വെള്ളമുണ്ടോ? നാട്ടിലും വെള്ളമില്ല. എല്ലായിടത്തും എന്താണ്? വെള്ളം ഇല്ലാത്ത അവസ്ഥ. വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അല്ലെ വെള്ളമില്ലാതെയുള്ള ബുദ്ധിമുട്ട്. ഇത് ആരാ എഴുതിയിരിക്കുന്നത്? സുഗതകുമാരി കവിയത്രി സുഗതകുമാരിയുടെ ഒരു രചനയാണ് വേനല്. അപ്പൊ നമുക്ക് ഈ വേനലിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. വേനലിന്റെ വിഷമം ആനയ്ക്ക് മാത്രമല്ലല്ലോ. ചെടികൾ, വള്ളികൾ, മറ്റു ജന്തുക്കൾ എന്നിവയ്ക്കൊക്കെ വേനൽ കാരണം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും? ചർച്ച ചെയ്ത് കണ്ടെത്തും. വേനലില് ആനയ്ക്ക് മാത്രമാണോ ബുദ്ധിമുട്ട്? അല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അല്ലെ. എന്ന് വെച്ചാൽ പക്ഷിമൃഗാദികൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മനുഷ്യർക്കോ പക്ഷിമൃഗാദികൾക്കോ മാത്രമാണോ? അല്ല, ചെടികൾക്കും വള്ളികൾക്കും മറ്റു ജന്തുക്കൾക്കും എല്ലാം തന്നെ വേനൽ എന്താണ്? ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് എന്താണ്? വെള്ളത്തിന്റെ ലഭ്യത കുറവ് കാരണം അല്ലെ. വെള്ളമില്ലായ്മ കാരണം. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ വേറെ ആർക്കൊക്കെയാണ് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക വേനലിൽ? അതാണ് നമുക്കിവിടെ എഴുതാൻ പറയുന്നത്. എന്തൊക്കെ എഴുതാം? വേനലിന്റെ വിഷമം ആനയ്ക്ക് മാത്രമല്ല, ചെടികൾ, വള്ളികൾ, മറ്റു ജന്തുക്കൾ എന്നിവയ്ക്കും പല തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ജലം ആവശ്യമാണ്. വേനൽ ശക്തമായാൽ വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നു. ചെടികളുടെയും മരങ്ങളുടെയും ഇലകളും പൂക്കളും കൊഴിയാനും തുടങ്ങും. വെള്ളം കിട്ടാതെ ഒരുപാട് ജീവികൾ ഇല്ലാതാവും. ചില ജീവികൾ അതിനെ അതിജീവിക്കും. വെള്ളം ലഭിക്കാതെ വരുമ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരും. വേനലിന്റെ കാഠിന്യം കാട്ടുതീ ഉണ്ടാകാനും കാരണമാവുന്നു. അപ്പൊ ഒരുപാട് ജീവജാലങ്ങൾ വേനലിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെ. അടുത്ത ചോദ്യം, വേനൽ അനുഭവക്കുറിപ്പ് തയ്യാറാക്കൂ. ഏതെങ്കിലും നിങ്ങളുടെ ഒരു വേനൽ അനുഭവക്കുറിപ്പാണ് എഴുതേണ്ടത്. അതായത് വേനലിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, വേനലിന്റെ ബുദ്ധിമുട്ടുകൾ പറയുന്ന അനുഭവക്കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് എന്തെഴുതാം? വേനലിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. വേനലിന്റെ കാഠിന്യം കൂടിയതോടെ ചൂട് നന്നായി വർദ്ധിച്ചു. മറ്റു ജീവികളെ പോലെ ഞങ്ങൾക്കും വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞു. കുടിവെള്ളം പോലും ആവശ്യത്തിന് ലഭിക്കാതെ വന്നു. ജന്തുക്കൾ കുടിവെള്ളം തേടി നാട്ടിലേക്ക് വരുന്നത് പോലെ ഞങ്ങൾക്കും വെള്ളത്തിന് വേണ്ടി കുറെ കിലോമീറ്ററുകൾ താണ്ടി ഒരു കിണറിനെ ആശ്രയിക്കേണ്ടി വന്നു. മറ്റെല്ലാ ജലസ്രോതസ്സുകളും വറ്റിയപ്പോഴും ആ കിണറിൽ മാത്രം ജലം ലഭ്യമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറെ കുടങ്ങളും മറ്റുമായി പോയി വെള്ളം ശേഖരിച്ചു തിരിച്ചു വരുമായിരുന്നു. കൊണ്ടുവരുന്നതിൽ കുറച്ചു വെള്ളം പക്ഷികൾക്ക് കുടിക്കാനായി പുറത്തു വെച്ച് കൊടുക്കുമായിരുന്നു. വേനലിന്റെ കാഠിന്യം കുറയുന്നത് വരെ ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നത്. അല്ലെ, ഇതൊരു കുട്ടിയുടെ ഒരു വേനൽ അനുഭവക്കുറിപ്പാണ്. ഇത് വേനലിൽ മിക്കവാറും എന്തുണ്ടാവില്ല? എല്ലായിടത്തും കിണറുകൾ വറ്റും. അതുപോലെ പൈപ്പുകളിലൊന്നും വെള്ളം വരില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കുടവും പാത്രങ്ങളുമായിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥ വരാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം നമുക്ക് ആവശ്യമുള്ള വെള്ളം കളക്ട് ചെയ്തിട്ട് ശേഖരിച്ച് കൊണ്ടുവരും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നതാണ് പറയണത്? ഇതുപോലെ പക്ഷികൾക്കൊക്കെ കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെക്കില്ല. എവിടെയെങ്കിലും തണലത്ത് എന്ത് ചെയ്യുക? മറ്റ് ജീവജാലങ്ങൾക്ക് കുടിക്കാനായിട്ടും കൂടെ കുറച്ച് വെള്ളം മാറ്റി വെക്കുക. അപ്പൊ അവർക്കും അതെന്ത് ചെയ്യാൻ പറ്റും? കുടിക്കാൻ അവർക്കും ഇതുപോലെ ദാഹിച്ച് നടക്കുകയായിരിക്കും. അപ്പൊ അവർക്കും കൂടെ കുടിക്കാൻ വേണ്ടി, മറ്റ് ജീവജാലങ്ങൾക്ക് കുടിക്കാൻ കൂടി വേണ്ടി എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം മാറ്റി വെക്കണം. ഇതുപോലെ നിങ്ങളുടെ ഒരു വേനൽ അനുഭവക്കുറിപ്പാണ് എഴുതേണ്ടത്. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളുമാണ് നമ്മുടെ വേനൽ എന്ന പാഠത്തുള്ളത്. അപ്പൊ എല്ലാ കൂട്ടർക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ പാഠത്തിന്റെ മറ്റ് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും കാണാം. മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.